ഫാസ്ട്രാക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് ആണ് റിവോൾട്ട് FS1. 1610 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വാങ്ങിച്ച ഈ ഒരു പ്രോഡക്റ്റിന്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 1795 രൂപയാണ്. പക്ഷേ നോർമലി നമുക്ക് കാണാൻ പറ്റുന്നത് 1990 രൂപയ്ക്കാണ്. അപ്പോൾ 2000 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു റിവോൾട്ട് FS1 വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷത എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ടും പറയാം. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാസ്ട്രാക്ക് റിവോൾട്ട് FS1. എന്തായാലും ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ക്വയർ ടൈപ്പ് ഡയലോഡ് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. അതുപോലെ തന്നെ ബോഡിയിലേക്ക് വരുവാണെങ്കിൽ ഒരൊറ്റ നോട്ടത്തിൽ മെറ്റൽ ബോഡി പോലെ തോന്നുമെങ്കിൽ പോലും ആക്ച്വലി ഇത് മെറ്റൽ ബോഡി അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോളി കാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലതുവശത്ത് ഒരു ക്രൗൺ ഉണ്ട്, ഫംഗ്ഷണൽ ക്രൗൺ അല്ല, നമുക്ക് ജസ്റ്റ് ബട്ടൺ ഓണും ഓഫും ബട്ടണായിട്ട് യൂസ് ചെയ്യാം. ഇനി പറയിൽ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും ചാർജിംഗ് പോയിന്റും, ഇടതുവശത്ത് ഏറ്റവും മുകളിലായിട്ട് മൈക്ക്, വലതുവശത്ത് ഏറ്റവും മുകളിലായിട്ട് സ്പീക്കറും കാണാൻ സാധിക്കും. ഇനി സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ 22 mm ആണ് കേട്ടോ സ്ട്രാപ്പ് സൈസ്. കൂടാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഡ്യൂറബിളും ആയിട്ടുള്ള സ്ട്രാപ്പാണ് ഈ ഒരു വാച്ചിന്റെ കൂടെ വരിക. ഫാസ്ട്രാക്കിന്റെ ലോഗോ ഉണ്ട്, അതുപോലെ തന്നെ മെറ്റൽ ബക്കിളാണ്. പിന്നെ 22 mm ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള സ്ട്രാപ്പ് ഇതിലേക്ക് കൊണ്ടുവരാം. എന്തായാലും മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ചിട്ട് നമ്മുടെ DeepZstore വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്ട്രാപ്പുകൾ മേടിക്കാവുന്നതാണ്. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് ബ്ലൂ കളറാണ്. ഇതല്ലാണ്ട് ബ്ലാക്ക്, ഗ്രീൻ, ടീൽ എന്നിങ്ങനെ മറ്റ് കളേഴ്സിലും ഈ ഒരു വാച്ച് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ബ്ലൂ മേടിച്ചുകൊണ്ടാണ് ഈ ഒരു വാച്ച് ഡയൽ ഉണ്ടാകും, ബ്ലൂ കളർ. ഇപ്പോൾ നിങ്ങൾ ടീൽ മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രീൻ മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ഡയൽ എന്ന് പറയുന്നത് ആ ഒരു കളർ ആയിരിക്കുമേ. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 2.5D കർവ്ഡ് ഗ്ലാസോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. അതുപോലെ തന്നെ 1.83 ഇഞ്ചിന്റെ അൾട്രാ UV ഡിസ്പ്ലേ ആണ് ഇതിന്റെ കൂടെ നമുക്ക് ലഭ്യമാകുന്നത്. 240x284 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. അതുപോലെ തന്നെ 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. സോ അത്യാവശ്യം സണ്ണി ഡേയ്സിൽ പോലും ഈ ഒരു 500 നിറ്റ്സ് ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക വാച്ച് നോക്കുവാണെങ്കിൽ വിസിബിൾ ആയിരിക്കും. പക്ഷേ 100% ബ്രൈറ്റ്നസ് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആയി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി യൂസറിന്റെ ഫേസിലേക്ക് വരുവാണെങ്കിൽ വാച്ച് ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള ഒരു വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് കഴിഞ്ഞാൽ മറ്റുള്ള 3 വാച്ച് ഫേസസ് ഇവിടെ കാണാം. അറ്റ് എ ടൈം 4 എണ്ണം മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 200-ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് ഇവരുടെ ആ ഒരു റിഫ്ലെക്സ് വേൾഡ് ആപ്പ് വഴി ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും അതൊക്കെ തന്നെ ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നും ബ്ലൂടൂത്ത് കോളിംഗ് ഇനബിൾ ആണെന്നും കാണിക്കുന്നുണ്ട്. ബാറ്ററി പെർസെൻറ്റേജ്, ബാറ്ററി ലെവല്, മാസം, ഡേറ്റ്, ദിവസമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്വിക്ക് ഐക്കൺസ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ബ്രൈറ്റ്നസ്, പവർ സേവിംഗ് മോഡ്, റേസ് ടു വേക്ക് അപ്പ്, ബ്ലൂടൂത്ത് കോളിംഗ് സെറ്റിംഗ്സ്. ഈ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ബ്ലൂടൂത്ത് ഉണ്ട്, BT കോളും ഉണ്ട്, അതുപോലെ തന്നെ മീഡിയ ഓഡിയോ ഉണ്ട്. അതായത് നമ്മൾ വാട്സപ്പിലുള്ള മീഡിയ അല്ലെങ്കിൽ നമ്മൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ യൂട്യൂബിലുള്ള വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മീഡിയ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു മീഡിയ ഓഡിയോ നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് തന്നെ കേൾക്കാൻ പറ്റും. ഫോൺ വിളിക്കുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു ഓഡിയോ ഇതിലേക്ക് വരും കേട്ടോ. ഇനി താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ആക്ച്വലി ആ ഒരു നോട്ടിഫിക്കേഷൻസ് വരിക. ഇനി വലുതെന്ന് ഇടതോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മൈ ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ആണ്. കൂടാതെ സ്ലീപ്പ് റെക്കോർഡിംഗ് ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, വെതർ കാണിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി ഇടതുനിന്ന് വലത്തോട്ട് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ മെയിൻ മെനു എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലായിട്ട് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് മൈ ഫിറ്റ്നസ് ആണ്. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ആക്ടിവിറ്റിയാണ്. കൂടാതെ മൾട്ടി സ്പോർട്സ്, ഇതിനകത്ത് ആക്ച്വലി 110-ൽ പരം സ്പോർട്സ് മോഡ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചേ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ആ ഒരു കളിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്പോർട്ട് മോഡ് ഇതിനകത്തില്ലെങ്കിൽ ആ ഒരു റിഫ്ലെക്സ് വേൾഡ് ആപ്പിൽ പോയിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അതും ആ ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴേക്ക് കാണിച്ചു തരാം. കൂടാതെ മൾട്ടി സ്പോർട്ട് റെക്കോർഡ് കാണാൻ ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, SpO2, സ്ട്രെസ്, എന്നാൽ ഇതൊക്കെ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. സിംഗിൾ സിങ്ക് ബ്ലൂടൂത്ത് കോളിംഗ് ആണുള്ളത്. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ കണ്ട ഡയൽ പാഡ് ഉണ്ട്. അതുപോലെ തന്നെ അതായത് ആരെങ്കിലും ഒക്കെ കണ്ട ഇതുപോലെ നമ്പർ വിളിച്ചിട്ട് ഡയൽ ചെയ്തിട്ട് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ കോൺടാക്ട്സ് ആപ്പ് വഴി നമ്മൾ സിങ്ക് ചെയ്യണമെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് വിളിക്കുന്ന ആൾക്കാരെ നമുക്ക് കോൺടാക്ട് വഴി ചെയ്യാം. അതുപോലെ തന്നെ റീസെന്റ് കോൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കൂടാതെ AI വോയിസ് അസിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗെയിംസ്, ഇപ്പോൾ നമ്മൾ സ്ട്രെസ് ആണ് അല്ലെങ്കിൽ ടൈം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിം ഒക്കെ കളിക്കാൻ പറ്റും. എന്തായാലും ഇതിനകത്ത് നമുക്ക് കാർ റേസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ മ്യൂസിക് കൺട്രോൾ ഇവിടെയും കാണാം, ക്യാമറ കൺട്രോൾ കാണാം, ബ്രെത്ത്, വെതർ, അലാം, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ഫൈൻ ഫോൺ, ടോർച്ച്, നോട്ടിഫിക്കേഷൻ, സെറ്റിംഗ്സിലേക്ക് ആണെങ്കിൽ നമുക്ക് ആദ്യം കാണുന്നത് ഈ ഒരു വാച്ച് ഫേസ് ആണ്. ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ സ്ക്രീൻ ടൈം നമുക്ക് 5 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ ഇടാവേ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു 30 സെക്കൻഡ് ഇട്ടേക്കുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡിൽ കൂടുതൽ ഇടത്തേയില്ല. കൂടാതെ മെനു സ്റ്റൈൽ നമുക്ക് ഗ്രിഡ് ആണെങ്കിൽ അതാക്കാം, ഇനി അതല്ല ലിസ്റ്റ് ആണെങ്കിൽ ലിസ്റ്റിലേക്ക് കിടക്കാം. കൂടാതെ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി നമുക്ക് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ സോഫ്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ്, ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. കൂടാതെ സൗണ്ട് സെറ്റിംഗ്സിലേക്ക് ആണെങ്കിൽ റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ വൈബ്രേഷൻ, ആ ഒരു കോൾ വരുന്ന സമയത്ത് നമുക്ക് വൈബ്രേഷൻ വേണ്ടെങ്കിൽ അതുകൂടെ ഓഫ് ചെയ്യാം. അതല്ല റിംഗ് വേണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഓഫ് ചെയ്യാം. ഓണോ ആക്കാം, അതല്ല എന്തുകൊണ്ടെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ഫോൺ സെറ്റിംഗ്സിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം. കൂടാതെ QR, പവർ ഓഫ്, റീസെറ്റ്, എബൌട്ട്, റീസ്റ്റാർട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു UIയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്.
ഇനി നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം. ഇത് കണ്ടോ, മെഷറിംഗ് ഫെയിൽഡ്, അതായത് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ മെഷർ അങ്ങോട്ട് കാണിക്കുമെന്ന് കാണിക്കുന്നുണ്ടേ. ഇത് 73, 72, 70, 68. ഇത് അപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് 61 BPM വന്നിട്ടുണ്ടേ. ഇനി അടുത്തത് SpO2 98% കാണിക്കുന്നുണ്ട്. ഇത് 97% SpO2 വന്ന് നിന്നിട്ടുണ്ടേ. ഇനി സ്ട്രെസ്സ്, എന്തുമാത്രം സ്ട്രെസ് എനിക്കുണ്ടോ നോക്കട്ടെ. ഇത് എനിക്ക് 27 ആണ് കേട്ടോ സ്ട്രെസ്, അതായത് നോർമൽ ലെവലാണെന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ തന്നെ പൊതുവേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കാണിക്കുന്ന വാല്യൂസ് ഒക്കെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് വാങ്ങിച്ചിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കൺഫേം ചെയ്യുക. ഇതുപോലാണ് നമ്മുടെ മൊബൈലിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് അത് വാച്ച് കാണിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ ഞാൻ റിങ്ങിലല്ല ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ സൈലൻറ്റും അൺസൈലൻറ്റും ഒക്കെ ആക്കാം. കൂടാതെ നമുക്ക് ക്വിക്ക് റിപ്ലൈ കൊടുക്കാം, അതായത് കോൾ എടുക്കാൻ പറ്റില്ലെന്ന്. കൂടാതെ കോൾ കട്ട് ചെയ്യാം, ഞാനല്ല കോൾ എടുക്കാം. കോൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് മൈക്ക് മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോള് സ്മാർട്ട് വാച്ചിലേക്ക് തന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. കൂടാതെ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആക്കാം, ഞാനല്ല കോള് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിവോൾട്ട് FS1 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിനകത്ത് നമ്മുടെ കയ്യിൽ മൊബൈൽ ഇല്ല, പക്ഷേ വാച്ചിൽ നമുക്ക് കോൾ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു കോള് വാച്ചിലൂടെ എടുത്തു. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേട്ടോ നിങ്ങളുടെ വോയിസ് കേൾക്കുക. എന്തായാലും അടുത്ത് വെച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ആ ഒരു മൈക്ക് ക്വാളിറ്റി കിട്ടുക, അല്ലെങ്കിൽ കൈ ഇങ്ങനെ താത്തി വെച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ആ ഒരു മൈക്ക് ക്വാളിറ്റി കിട്ടുക, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ റിഫ്ലെക്സ് വേൾഡ് ആപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് നോക്കണം. എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് ആദ്യം കാണുന്നത്. നമ്മൾ എത്ര ഫുഡ് സ്റ്റെപ്പ് നടന്നു, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്ത ആക്ടിവിറ്റി ഉണ്ടല്ലോ അത് തന്നെയാണ് മെയിൻ ആയിട്ട് കേട്ടോ. കൂടാതെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി റിവാർഡ്സ്, അത് ആക്ച്വലി കമ്മിങ് സൂൺ ആണ്, എന്താണെന്ന് അറിയത്തില്ല. മൂന്നാമത് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി. നമ്മൾ പൊതുവെ എന്താ പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ നോയിസിലാണെങ്കിലും ബോൾട്ടിലാണെങ്കിലും ബോട്ടിലാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു സംഭവം ഉണ്ട്. അത് ഇവിടെയുണ്ട്, നമ്മുടെ സ്റ്റാവ് പോലെ. നാലാമത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ആക്ച്വലി ആ ഒരു 200-ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് കാണാൻ പറ്റുന്നത്. കാറ്റഗറൈസ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി നോക്കിയിട്ട് അത് നിങ്ങോട്ട് കൊണ്ടുവരാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഈ ഒരു വാച്ചിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ കണ്ട ടേക്ക് എ ഫോട്ടോ അല്ലെങ്കിൽ ഗ്യാലറിയിൽ നിന്ന് നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാം. ഇനി ഏറ്റവും അവസാനത്തെ ആ ഒരു സെറ്റിംഗ്സിലേക്ക് പോകണമെങ്കിൽ ഇവിടെ തന്നെ ആദ്യം തന്നെ കാണാൻ പറ്റുന്നുണ്ട് ടേൺ ഓഫ് നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഓൺ ചെയ്തുകൊണ്ടാണ് ഇത് ടേൺ ഓഫ് പറയുന്നത്. ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ വാച്ചിൽ കാണിക്കുക എന്നുള്ളത് ഈ ഒരു ഓൾ ആപ്പിൽ പോയിട്ട് അവിടെ നമ്മുടെ ആപ്പിലുള്ള എല്ലാം തന്നെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഓൺ ആക്കാം അല്ലെങ്കിൽ ഓഫ് ആക്കിയൊക്കെ ഇടാം. കൂടാതെ ഗോൾസ് അത് നമുക്ക് ഇതിൽ വന്നിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹെൽത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ HR ഓൺ ആക്കണോ, അതല്ല ഗൂഗിൾ ഫിറ്റ്, സെഡൻഡറി അലർട്ട്, ഹൈഡ്രേഷൻ റിമൈൻഡർ, ഹൈ HR അലർട്ട് എന്തുവേണമെങ്കിലും നമുക്ക് ചെയ്യാം. കൂടാതെ ഫൈൻഡ് യുവർ വാച്ച്, ക്വിക്ക് റിപ്ലൈ, യൂണിറ്റ് സിസ്റ്റം, ലൈറ്റ് ടു വ്യൂ, അങ്ങനെ കുറേ ഇതിനകത്ത് ആക്ച്വലി വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. എന്തായാലും ഇതിലാണ് കേട്ടോ ഏറ്റവും അടിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ എഡിറ്റ് സ്പോർട്സ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന ആ ഒരു സ്പോർട്ട് മോഡ് അതിനകത്ത് ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അതങ്ങോട്ട് ആഡ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പോർട്ട് മോഡ് ഈ ഒരു വാച്ചിലേക്ക് വരുന്നതാണ്. 110-ൽ പരം സ്പോർട്ട് മോഡ് എന്തായാലും അതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ വേറെ എന്താ ഉള്ളത്, ജനറലിലേക്ക് വരുവാണെങ്കിൽ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ റിപ്പോർട്ട് ഉണ്ട്, എബൌട്ട് ഉണ്ട്, കൂടാതെ കോണ്ടാക്റ്റസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു വേൾഡ് ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ കേട്ടോ, അത് വേറെ കാര്യം. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിലേക്ക് വരുവാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്ന ആ ഒരു നോർമൽ യൂസേജിലുള്ള ബാറ്ററി ലൈഫ് 7 days ആണ്. എന്നാൽ ഉറപ്പായിട്ടും അത്യാവശ്യം നല്ല ബ്ലൂടൂത്ത് കോളിങ്ങും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് നമ്മൾ 100% ഇടുന്നതിൽ 2 അല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതൽ കിട്ടുന്നില്ല എന്നുള്ളത് വേറൊരു സംശയമില്ല. പക്ഷേ അത് എവിടെയും തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. കൂടാതെ നൈട്രോ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ IP68-ന്റെ വാട്ടർ റെസിസ്റ്റന്റ് ഇതിനകത്തുണ്ട്. സോ അത്യാവശ്യം ഡ്രിസിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈവൻ ഹെവി റെയിനിൽ പോലും നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ 1 വർഷം വാറന്റി ഉണ്ടെങ്കിൽ പോലും വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ഫാസ്ട്രാക്ക് റിവോൾട്ട് FS1 കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. 1999 2000 രൂപയ്ക്കുള്ളിൽ നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഫാസ്ട്രാക്കിൻ്റെ ഒരു വാച്ച് വേണം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള സ്മാർട്ട് വാച്ച് വേണം. പിന്നെ എന്താ പറയുക, ആ ഒരു അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വാച്ച് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഫാസ്ട്രാക്ക് റിവോൾട്ട് FS1 പോകുന്നതിൽ വലിയ കുഴപ്പമില്ല. എന്നാൽ 1999 വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1600 രൂപ, അതായത് അവരുടെ ആ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ കിട്ടിയ ഒരു സംഭവമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വർത്തുന്നുള്ളതിൽ വേറൊരു സംശയമില്ല. കൂടാതെ കണ്ണും പൂട്ടി വാങ്ങിക്കായിരുന്നേ. എന്നാൽ 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വേറെ
പല വാച്ചുകളും ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേ ആണ്. പക്ഷേ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് കണ്ടുവരുന്നത് ഈ ഒരു ബോൾട്ടിലാണെങ്കിലും അതല്ല ബോട്ടിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അമോലഡ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല സാച്ചുറേറ്റഡ് ഉള്ള ഡിസ്പ്ലേ ആണ്. അത് കണ്ട് നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയൊരു എന്താ പറയുക ഡിമ്മ് പോലെ ഫീൽ ചെയ്യും. പക്ഷേ ആ വലിയ പ്രശ്നമൊന്നുമില്ല. ക്വാളിറ്റി ഇമേജസിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, അതിലൊന്നും വേറെ ഒരു സംശയമില്ല കേട്ടോ. എന്നാൽ കുറച്ചുകൂടി സാച്ചുറേറ്റഡ് ആയിരുന്നുവെങ്കിൽ, സാച്ചുറേഷൻ ഇല്ലെന്നുള്ളതല്ല വൈബ്രൻറ്റും ഒക്കെ ആണ്, എന്നാൽ ഇത്തിരി കൂടി ഒരു സാച്ചുറേറ്റഡ് ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു എന്താ പറയുക ഒരു സജഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം മാത്രമേ എനിക്കിതിൽ ആ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അതർവൈസ് ഉറപ്പായിട്ടും 1600 രൂപയ്ക്ക് നമുക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു വാച്ച് തന്നെയാണ് ഇതെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ഫാസ്ട്രാക്ക് റിവോൾട്ട് FS1 കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത ഈ ഒരു FS1 നിങ്ങൾക്ക് വേണമെങ്കിൽ DeepZstore വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ ആക്ച്വലി 1610 രൂപയ്ക്ക് വാങ്ങിച്ചത്, അതിനേക്കാളും കാശ് കുറച്ചിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാം. കൂടാതെ ഒരു കോംബോ ഓഫർ എന്നുള്ള രീതിക്ക് സ്ട്രാപ്പുകളും എക്സ്ട്രാ അത്യാവശ്യം നല്ല ലാഭത്തിന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടും ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കട്ടെ. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.